ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹി തിരികെ പിടിച്ച് ബി.ജെ.പി. അധികാരത്തിലെത്തുന്നത് 48 സീറ്റുകൾ സ്വന്തമാക്കി. ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി. കോൺഗ്രസിന് ഇത്തവണയും സീറ്റില്ല. ഡൽഹിയിൽ ചരിത്ര ജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് US സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 4 വെങ്കലം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം ബി.ജെ.പി. അധികാരത്തിലേക്ക്. ആകെയുള്ള 70 സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകൾ സ്വന്തമാക്കിയാണ് ബി.ജെ.പി. ഇന്ദ്രപ്രസ്ഥത്തിന്റെ അധികാരം ഉറപ്പിച്ചത്. ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. AAP കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അടക്കമുള്ള AAPയിലെ പ്രമുഖർ പരാജയപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി അതീഷി മാർലേന കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. തുടർച്ചയായ 3ാം തവണയും കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. 45.91% വോട്ടുമായാണ് ബി.ജെ.പി. അധികാരം പിടിച്ചത്. AAPക്ക് 43.56% വോട്ട് വിഹിതമാണ് ഇത്തവണ നേടാനായത്. കോൺഗ്രസിന്റെ വോട്ട് വിഹിതം 6.37%. ഡൽഹി തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ ജനവിധിക്ക് ജനങ്ങളെ നമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയുടെ വികസനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജനവിധിയോട് പ്രതികരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയം അംഗീകരിക്കുന്നതായും പാർട്ടി ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. തന്നെ വിജയിപ്പിച്ച ജനങ്ങളോട് നന്ദി അറിയിച്ച മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി ജനവിധി പാർട്ടി അംഗീകരിക്കുന്നുവെന്നും അറിയിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും ശ്രീമതി പ്രിയങ്ക ഗാന്ധി അറിയിച്ചു. ചരിത്ര വിജയം നേടിയതിന് പിന്നാലെ ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ച് ബി.ജെ.പി. മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് ഡൽഹി ബി.ജെ.പി. അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് പറഞ്ഞു. ഡൽഹിയിലേത് ഐതിഹാസിക വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയത്തിന് പിന്നാലെ ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്തെത്തി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിൽ കുറുക്കുവഴികളില്ലെന്നും കള്ളം പറയുന്നവർക്ക് സ്ഥാനമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. दिल्ली को विकसित भारत की विकसित राजधानी बनाने के लिए भाजपा को मौका दी. मैं दिल्ली के हर परिवारजन को मोदी की गारंटी पर भरोसा करने के लिए दिल्ली वासियों को सर झुका करके नमन करता हूं. കേന്ദ്രമന്ത്രിയും പാർട്ടി ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ നേതാക്കൾ വിജയാഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് US സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. ഇരു രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ സന്ദർശനം ഊന്നൽ നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ ക്ഷണപ്രകാരം ഈ മാസം 10 മുതൽ 12 വരെ ഫ്രാൻസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് ജനറലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം US-ലേക്ക് തിരിക്കും. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന RBIയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. Yes, yesterday the cabinet has cleared the new income tax proposal. I hope to have it introduced in the Lok Sabha in the coming week. Post that it will go to a committee, and as you know the process is the committee gives its recommendation, it comes back, and then the government through the cabinet takes a call whether these amendments are to be taken in or some of them or more need to be added. It's only after that it again goes to the parliament. 6 പതിറ്റാണ്ട് പഴക്കമുള്ള ആദായ നികുതി നിയമത്തിന് പകരമായാണ് പുതിയ ബിൽ വരുന്നത്. ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം ബിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കും.
പരീക്ഷാ പേ ചർച്ച പരിപാടിയുടെ 8ാം പതിപ്പ് തിങ്കളാഴ്ച. പരീക്ഷാ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുന്ന പരിപാടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടക്കുന്നത്. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. ഇതുവരെ 3.3 കോടിയിലധികം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സാങ്കേതികവിദ്യ, വ്യവസായം, സാമൂഹിക വികസനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിലൂടെ യുവാക്കൾക്ക് രാജ്യവികസനത്തിൽ നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ബിംസ്റ്റെക് യൂത്ത് സമ്മിറ്റ് 2025 പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിംസ്റ്റെക് മേഖലയിലെ രാജ്യങ്ങൾ സാംസ്കാരിക വിനിമയവും യുവസംരംഭകത്വ വികസനവും പ്രോത്സാഹിപ്പിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. बिम्स्टेक कंट्री के युवा समूह के बीच में आपस में संवाद हो, कल्चरल एक्सचेंज हो, युवा एंटरप्रेन्योरशिप डेवलप हो, युवा अपने कंट्री के डेवलपमेंट में एक महत्वपूर्ण भूमिका कैसे अदा कर सकता है, इस सारे विषय पर 3 दिन पर डिटेल डिस्कशन होगा. और भारत इस समूह देश में एक महत्वपूर्ण देश है और इसलिए बिम्स्टेक यूथ समिट में भारत ने अपनी प्रतिबद्धता व्यक्त करी है. യുവാക്കളുടെ നേതൃത്വത്തിൽ സഹകരണം, നവീകരണം, പ്രാദേശിക വളർച്ച എന്നിവയെ പരിപോഷിപ്പിച്ച് ബിംസ്റ്റെക് രാജ്യങ്ങളെ വികസനത്തിലേക്ക് നയിക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാവികസേനയുടെ 3 കേഡറ്റ് പരിശീലന കപ്പലുകൾക്കും 11 പുതുതലമുറ ഓഫ്ഷോർ പട്രോൾ യാനങ്ങൾക്കുമായി ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സംവിധാനങ്ങൾ വാങ്ങുന്നതിന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം കരാർ ഒപ്പുവച്ചു. 642 കോടിയിലധികം രൂപയാണ് കരാർ ചെലവ്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണിത്. ഗവേഷണ ഫലങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ സംസ്ഥാനത്തെ 10 സർവകലാശാലകളിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 200 കോടി രൂപയാണ് ലാബ് സ്ഥാപിക്കുന്നതിനുള്ള ചെലവ്. കേരളത്തിലെ ആദിവാസി മേഖലയിലെ ആരോഗ്യ ഇടപെടലുകൾക്ക് പിന്തുണയുമായി ലോകാരോഗ്യ സംഘടന. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത്. ആദ്യമായി സംസ്ഥാനതലത്തിൽ വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് വേണ്ട സാങ്കേതിക സഹായം ലോകാരോഗ്യ സംഘടന നൽകുമെന്ന് പ്രതിനിധികൾ അറിയിച്ചു. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 4 വെങ്കലം. തായ്ക്കോണ്ട ബൂംസെ വിഭാഗത്തിൽ കർണിക, സെബ, ലയ ഫാത്തിമ എന്നിവരടങ്ങുന്ന സംഘമാണ് മെഡൽ സ്വന്തമാക്കിയത്. ഒപ്പം തായ്ക്കോണ്ട ക്യൂരുഗി പുരുഷന്മാരുടെ 63 കിലോ വിഭാഗത്തിൽ ശ്രീജിത്ത് ബിയും വെങ്കലം നേടി. ഇതോടെ 26 മെഡലുകളുമായി കേരളം മെഡൽ പട്ടികയിൽ 9ാം സ്ഥാനത്താണ്. സർവീസസ് 1ാം സ്ഥാനത്തും കർണാടക 2ാം സ്ഥാനത്തും തുടരുന്നു. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 2ാം മത്സരം നാളെ ഉച്ചയ്ക്ക് 1:30 ഒഡീഷയിലെ ബാരാബതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഈ മാസം 12 നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് FC മുഹമ്മദൻ SCയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കൊൽക്കത്തയിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടുകയാണ്. ഗാസയിൽ കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടികൾ തുടരുന്നു. ഹമാസ് 3 ഇസ്രായേലികളെ മോചിപ്പിച്ചതിന് പിന്നാലെ ഇസ്രായേൽ ഡസൻ കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ആരംഭിച്ചു. അന്താരാഷ്ട്ര മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മേഖലയിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയത്. അമേരിക്കയിൽ തൊഴിലില്ലായ്മ നിരക്ക് 4% കുറഞ്ഞെന്ന് റിപ്പോർട്ട്. 2024 മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ആരോഗ്യ സംരക്ഷണം, ചില്ലറ വ്യാപാരം, സാമൂഹിക സേവന മേഖലകളിൽ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടായതായി തൊഴിൽ വകുപ്പിന് കീഴിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 1/4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹി തിരികെ പിടിച്ച് BJP. അധികാരത്തിലെത്തുന്നത് 48 സീറ്റുകൾ സ്വന്തമാക്കി. ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി, കോൺഗ്രസിന് ഇത്തവണയും സീറ്റില്ല. ഡൽഹിയിൽ ചരിത്രജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്ന് അരവിന്ദ് കെജ്രിവാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് US സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ.
ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 4 വെങ്കലം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.